ഇന്നൊരു പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് ആരുടെ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ ഒന്നുമല്ല, ചുമ്മാ ഇരുന്നപ്പോൾ ഒരു കേക്ക് കഴിക്കാൻ തോന്നി. അന്നൊരു കേക്ക് അങ്ങ് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. ഡെക്കറേഷനൊന്നും അത്ര നന്നായില്ലെങ്കിലും ടേസ്റ്റ് വൈസ് ഇതൊരു അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടാലോ? ആദ്യമായിട്ട് നമുക്ക് കേക്കിന് വേണ്ടുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 2 ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പ് വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. എല്ലാം കൂടെ നമുക്ക് 2-3 തവണയൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാണ്. ഇനി വേണ്ടത് 4 മുട്ടയാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ബൗളിലായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മുട്ടയുടെ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പതച്ചെടുക്കണം. ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കുറേശ്ശെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാ പഞ്ചസാരയും ഞാൻ ഒരുമിച്ച് ചേർക്കുന്നില്ല, കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ പഞ്ചസാരയും ചേർത്ത് ഞാൻ നന്നായിട്ട് മുട്ട അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞയും നമുക്ക് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് ഞാൻ 1/4 കപ്പ് പാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഇട്ട് ഓവറായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മുട്ടയുടെ മഞ്ഞയും ഡ്രൈ ഇൻഗ്രീഡിയൻസും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ടയുടെ വെള്ളയിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കല്ലേ, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഓവർ മിക്സ് ചെയ്യരുത്. ഓവർ മിക്സ് ചെയ്താൽ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡിയാണ്. അത് നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. 160 ഡിഗ്രിയിൽ നമുക്ക് 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് ഒന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്റ്റിഫ് പീക്കായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കേക്കൊക്കെ തണുത്തിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഇനി ഒരു ടേൺ ടേബിളിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മളിങ്ങനെ കേക്കിൻ്റെ മുകളിൽ മുഴുവൻ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തു. ഇനി അടുത്ത ലെയർ എന്ന് വെച്ചാൽ പൈനാപ്പിൾ ക്രഷാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് നാച്ചുറൽ നമ്മുടെ ഒറിജിനൽ പൈനാപ്പിൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ പിന്നെ അടുത്ത ലെയർ വെച്ചു റിപ്പീറ്റ് ചെയ്യുകയാണ് പ്രോസസ്സ്. ഷുഗർ സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുത്തു. വീണ്ടും പൈപ്പിംഗ് ബാഗിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്നുകൂടി എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ആദ്യം പൈനാപ്പിൾ ക്രഷ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ചോക്ലേറ്റൊക്കെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഞാൻ 3rd ലെയർ വെച്ച് കൊടുത്തു. നമുക്ക് ഷുഗർ സിറപ്പ് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് അത്ര മോയിസ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പം ഞാൻ എല്ലാം നമ്മുടെ കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് കേക്കൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഷേപ്പ് ചെയ്യാനൊന്നും എനിക്ക് അധികം ഞാൻ എക്സ്പേർട്ടല്ല. ഞാൻ വീട്ടിൽ ആവശ്യത്തിന് മാത്രമേ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നാലും അത്യാവശ്യം ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ ഇത്രയും ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രിഡ്ജിലോട്ട് ഒന്ന് വെച്ചായിരുന്നു. ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചത്. പിന്നെ ഞാൻ 2 ഡ്രോപ്പ് പർപ്പിൾ ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തൊരു ഡെക്കറേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഞാൻ ആ വിപ്പിംഗ് ക്രീം കുറച്ച് പുറത്ത് വെച്ചതുകൊണ്ട് അതങ്ങ് ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഡിസൈനൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ പിങ്ക് ക്രീം എല്ലാം കൂടെ ആ കേക്കിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇങ്ങനെ ഫ്ലവർ പോലെ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. ഫ്ലവറിൻ്റെ ഷേപ്പൊന്നും വന്നിട്ടില്ല, എന്നാലും ഏതാണ്ടൊക്കെ ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു, അതും കൂടെ വെച്ച് ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ മുകളിലും ഒന്ന് വെച്ച് കൊടുത്തു. പിന്നെ കേക്കിലൊക്കെ ഫുള്ളായിട്ടൊന്ന് വാരി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല കേക്കായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു റെസിപ്പി